വെറൈറ്റി ദോശകളുമായി ചേലക്കരക്കാരുടെ മനം കവരാൻ ദോശാഡൈൻ പ്രവർത്തനം ആരംഭിച്ചു. കേരളത്തനിമയിൽ മനം മയക്കും തനി നാടൻ രുചി ഇനി ദോശാഡൈനിൽ നിന്നും. ചേലക്കരക്കാർക്ക് ഇനി മതിമറന്ന് കഴിക്കാം. കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും. ദോശാഡൈൻ ചേലക്കര. ഫോൺ 7560904774. കേരളത്തിലെ പ്രധാനപ്പെട്ട നമ്പർ 1 റെയിൽവേ സ്റ്റേഷൻ ഷൊർണൂർ ജംഗ്ഷൻ സ്റ്റേഷൻ നവീകരണ നിറവിൽ നിറഞ്ഞാടുകയാണ് ഇവിടം. പാലക്കാട് ജില്ലയ്ക്കു തന്നെ അഭിമാനമായി മാറി. എന്നാൽ ഈ റെയിൽവേ സ്റ്റേഷനടക്കം അപമാനമായി മാറിയ ഒരു റോഡുണ്ട്. കുളപ്പള്ളി ഷൊർണൂർ പാത. യാതൊരു ഉളുപ്പുമില്ലാത്ത ഒരു MLA ആണ് ഷൊർണൂർ നിയോജകമണ്ഡലത്തിലുള്ളത്. അദ്ദേഹം ഇവിടെ എത്ര തവണ വന്നു പോകുന്നു. ഈ റോഡിലൂടെ വന്ന അദ്ദേഹത്തിന് ഇന്നോവ ക്രിസ്റ്റ കാറാണ്. അതുകൊണ്ട് കുഴിയിൽ വീണാലും ആ വാഹനത്തിൽ വരുമ്പോൾ യാതൊരു ബുദ്ധിമുട്ടുകളില്ല. ഒരു ഇത്തിരി ദൂരം സഞ്ചരിക്കാൻ സ്കൂൾ സമയത്ത് ജോലിയെടുക്കുന്ന നിരവധി പേര് കഷ്ടപ്പെടുന്ന ഞെരുങ്ങുന്ന അവസ്ഥയാണ്. അതിനിടയ്ക്ക് അപകടങ്ങളും. നമുക്ക് ഭ്രാന്ത് വരും ഈ കുണ്ടിലും കുഴിയിലൊക്കെ ചാടിയിട്ട് വണ്ടി ആയിട്ടല്ലാതെ. ഞാൻ ഒരു ദിവസം വന്നവിടെ താഴെ വീണു ഈ കുണ്ടിൽ വന്നിട്ട്. കാരണം മഴ കാരണം വെള്ളം കാരണം കുഴി കാണാൻ പറ്റിയില്ല. അങ്ങനെ വന്ന് വീണതാണ്. 4.5 വർഷമായിട്ടും ഇതിങ്ങനെ ഇഴഞ്ഞ് നീങ്ങി ആദ്യത്തെ പ്രാരംഭഘട്ടം ബിറ്റുമൻ മെക്കാഡ എന്നുള്ള പ്രവൃത്തി പൂർത്തീകരിച്ചിട്ട് ഏതാണ്ട് 4 വർഷത്തോളമായി. ഈ ബിറ്റുമൻ മെക്കാഡ കഴിഞ്ഞ് ഇപ്പോൾ കാണുന്ന അവസ്ഥയിലാണ് റോഡിൻ്റെ സ്ഥിതി. എത്ര അപകടങ്ങൾ നടന്നു എന്നറിയുമ്പോൾ കുട്ടികൾ, വൃദ്ധരായിട്ടുള്ള ആളുകൾ, സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ പല സ്ഥലങ്ങളിലായിട്ട് ഇവിടെ ഈ റോഡിൽ പെട്ട് വീഴുകയുണ്ടായി. കഴിഞ്ഞ വർഷമാണ് ഈ ഷൊർണൂർ നഗരസഭയിലെ ഒരു കൗൺസിലർ അവർ റോഡിൽ വീണ് അവരുടെ കാലൊടിഞ്ഞു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ റോഡിന് മുന്നിൽ മുനിസിപ്പാലിറ്റിയുടെ ഒരു സ്റ്റാഫ് വീണിട്ട് അവർ പരിക്ക് പറ്റി വീട്ടിലിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ നിരവധി സമരങ്ങൾ നടത്തി. അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞു ഈ വിഷയത്തെ പറയാൻ നാണമുണ്ട്. നമുക്ക് വല്ലാത്തൊരു വിഷമം തോന്നുന്നുണ്ട്. യാതൊരു ഉളുപ്പുമില്ലാത്ത ഒരു MLA ആണ് ഷൊർണൂർ നിയോജകമണ്ഡലത്തിലുള്ളത്. അദ്ദേഹം ഇവിടെ എത്ര തവണ വന്നു പോകുന്നു. ഈ റോഡിലൂടെ വന്ന അദ്ദേഹത്തിന് ഇന്നോവ ക്രിസ്റ്റ കാറാണ്. അതുകൊണ്ട് കുഴിയിൽ വീണാലും ആ വാഹനത്തിൽ വരുമ്പോൾ യാതൊരു ബുദ്ധിമുട്ടുകളില്ല. ഈ പൊതുവാൾ SMB ജംഗ്ഷനിൽ നിന്ന് കുളപ്പള്ളി വരെ പോകാൻ 25 മിനിറ്റ് എടുക്കണം സാധാരണക്കാരന് വണ്ടിയിൽ പോകാൻ. ഇവിടെ സാധാരണക്കാരായ രോഗികൾ ഒരു ആംബുലൻസിൽ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പോകണമെന്നുണ്ടെങ്കിൽ എത്ര ബുദ്ധിമുട്ടാണെന്ന് അറിയാമോ. അടിയന്തര ഘട്ടത്തിൽ പോകേണ്ട ആളുകളാണെങ്കിൽ അവിടെ മരണം വരെ സംഭവിക്കാവുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഈ റോഡിലൂടെ പോകുമ്പോൾ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സമരങ്ങളൊക്കെ നടത്തുമ്പോൾ എന്തെങ്കിലും ഒരു ചെപ്പടി വിധികൾ കാണിച്ചുകൊണ്ട് അതിൽ കോറി വേസ്റ്റും ഇതൊക്കെ ഇട്ട് ആളുകളുടെ മുന്നിൽ കണ്ണിൽ പൊടിയിട്ട് ഒരു ആളുകളെ പറ്റിക്കുന്ന ഒരു സമീപനമാണ് കുറച്ച് കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ PWD ഉദ്യോഗസ്ഥരും ഇതിൻ്റെ കരാറുകാരനെ പല തവണയായിട്ട് കരിമ്പട്ടിയിൽപ്പെടുത്തി അത് ഈ കരാറ് വ്യവസ്ഥ തന്നെ റദ്ദ് ചെയ്തു. പക്ഷേ ഈ കരാറുകാരനും MLAയുമായി വലിയ ബന്ധമുള്ളത് കൊണ്ട് ആനക്കരക്കാരനായിട്ടുള്ള MLAയുടെ സിൽബന്തിയാണ് ഈ കരാറുകാരൻ. ആ കരാറുകാരന് വേണ്ട എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്ന MLA പല തവണയായിട്ട് റദ്ദ് ചെയ്യുന്ന നടപടികൾ അത് പുനഃസ്ഥാപിച്ചു കൊടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മുടെ ഈ ഷൊർണൂർ മുനിസിപ്പാലിറ്റി ഈ പ്രദേശത്ത് ഈ PWD റോഡിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പുതിയൊരു കരാറുകാരനെ അദ്ദേഹം തന്നെ ഏർപ്പാടാക്കിയെന്നാണ് പറഞ്ഞത്. ആ കരാറുകാരൻ വന്ന് ഇതുവരെയും കഴിഞ്ഞ 24-ാം തീയതി എഗ്രിമെൻറ്റ് വെക്കണമായിരുന്നു. ആ എഗ്രിമെൻറ്റ് അദ്ദേഹം വെച്ചിട്ടില്ല. അങ്ങനെ ഓരോ തവണ നമ്മൾ ചോദിക്കുമ്പോൾ PWD ഉദ്യോഗസ്ഥർക്ക് കൃത്യമായ മറുപടി പറയാൻ സാധിക്കുന്നില്ല, നഗരസഭ ചെയർമാന് മറുപടി പറയാൻ സാധിക്കുന്നില്ല, MLA ഒരക്ഷരം മിണ്ടുന്നുമില്ല. ഇതാണ് നിലവിൽ ഈ റോഡിൻ്റെ അവസ്ഥ. ഇപ്പം ഞങ്ങൾക്ക് മനസ്സിലായി തൽക്കാലം ഈ റോഡ് പണി പൂർത്തീകരിക്കാൻ സാധിക്കില്ല. ഇത് കണ്ണിൽ പൊടിയിട്ട് ആളുകളെ പറ്റിച്ചുകൊണ്ട് കോറി വേസ്റ്റ് ഇടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് 4.5 കൊല്ലമായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ. ഇത്രയേറെ ജനങ്ങളെ കഷ്ടപ്പെടുത്തുന്ന ഈ അധികാരി വർഗങ്ങൾക്കെതിരെ പ്രതിഷേധിക്കാൻ പോലും ഒരവസ്ഥയില്ലാത്ത ദയനീയമായ കാഴ്ച. ഒരു ഇത്തിരി ദൂരം സഞ്ചരിക്കാൻ സ്കൂൾ സമയത്ത് ജോലിയെടുക്കുന്ന നിരവധി പേര് കഷ്ടപ്പെടുന്ന ഞെരുങ്ങുന്ന അവസ്ഥയാണ്. അതിനിടയ്ക്ക് അപകടങ്ങളും.
ഇങ്ങനെ ചെളിയും വെള്ളവും നിറഞ്ഞ് ഒരു അടി മുന്നോട്ട് പോകാൻ കഴിയാത്ത ദയനീയ അവസ്ഥ കണ്ടില്ലെന്ന് നടിക്കുന്ന അധികാരിവർഗത്തോട് രാഷ്ട്രീയം മറന്ന് എന്ത് പറയണമെന്ന് ഒന്നും നിശ്ചയമില്ലാത്തൊരവസ്ഥ. രാഷ്ട്രീയേതരമായി കാണാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോഴും ഇതിൽ രാഷ്ട്രീയം ഇല്ലേ എന്ന് സംശയിക്കുന്ന അതിദയനീയമായ ഈ നടപടിക്കെതിരെ, അധികാരിവർഗത്തിൻ്റെ നടപടിക്കെതിരെ അതിശക്തമായി പ്രതികരിക്കുന്നു. നടു റോട്ടിൽ വണ്ടി നിർത്തി ഇറങ്ങിപ്പോകുന്ന അവസ്ഥ സംജാതമാകാൻ അധിക സമയമില്ല എന്ന് മാത്രം പറയുന്നു. വളരെ മോശമാണ്. ഇവിടെ മാത്രമല്ല, വാടാനൂർ റോഡ് അതെ നല്ല മോശമാണ്. നമുക്ക് ഭ്രാന്ത് വരും ഈ കുണ്ടിലൊക്കെ ചാടിയിട്ട് വണ്ടി ആയിട്ടില്ലാന്നല്ലാതെ. ഇരുചക്ര 2 വാഹനങ്ങൾക്കും അതെ. നമ്മൾ കാറിൽ പോകുമ്പോഴും ഇങ്ങനെ തന്നെ പതുക്കെ പോകാൻ പറ്റുള്ളൂ. നല്ല നല്ല രീതിക്ക് അപകടം ഉണ്ടാവും കേട്ടോ. സൗണ്ട് ആയിട്ടില്ലേ? ഇതുപോലെ നമ്മുടെ വണ്ടി നാശാവുന്നല്ലാതെ ഒരു ഭാഗത്ത് തന്നെ വണ്ടി ഓടിക്കാൻ തീരെ പറ്റില്ല. അതൊരു ഡ്രൈവർക്ക് അറിയാം. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ വണ്ടി ഓടിക്കുമ്പോൾ എന്താണെന്നുള്ളത് ഡ്രൈവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. വണ്ടി ഓടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വിദ്യാർത്ഥികൾ പോകുന്നതാണ്, അതുപോലെ ആംബുലൻസുകൾ, പല രോഗികളെ കൊണ്ടുപോകുന്ന മറ്റേ വാഹനങ്ങൾ പോകുന്നതാണ്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ്. മൊത്തം ആകെ പ്രശ്നത്തിലാണ്. ചക്രത്തിൽ ഞാൻ ഒരു ദിവസം വന്നവിടെ താഴെ വീണു ഈ കുണ്ടിൽ വന്നിട്ട്. കാരണം മഴ കാരണം വെള്ളം കാരണം കുഴി കാണാൻ പറ്റിയില്ല, അങ്ങനെ വന്ന് വീണതാണ്. അത് ഇങ്ങനെ ആവാൻ തുടങ്ങിയിട്ട് എന്താണ് ഇവരുടെ ഭരണം കാരണം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയത്. അല്ലെങ്കിൽ ഇതിനു മുമ്പൊന്നും ഇങ്ങനെ ഉണ്ടായിരുന്നില്ലല്ലോ. ഇതിനു മുമ്പ് സർക്കാർ ഭരിക്കുമ്പോൾ വളരെ നല്ല രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. നമുക്ക് ടാക്സ് ഒക്കെ തെറ്റിയാൽ തന്നെ ഉടനെ തന്നെ ഫൈനും കാര്യങ്ങളൊക്കെ ഉടനടി വരുമല്ലോ. അത് കാരണം അപ്പം തന്നെ അവർ വണ്ടി പിടിക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കും. പക്ഷേ റോഡ് നന്നാക്കുന്ന കാര്യത്തിൽ ഗവൺമെൻറ് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല. യാത്രാ നികുതി പിടിച്ചു വാങ്ങി പോക്കറ്റിലിടുന്ന അധികാരവർഗ്ഗങ്ങൾ കൊടും ക്രൂരതയാണ് ഈ ജനങ്ങളോട് കാണിക്കുന്നത്. സഞ്ചാര സ്വാതന്ത്ര്യം ഹനിക്കുക മാത്രമല്ല, ഇതിലൂടെയുള്ള യാത്ര ജനങ്ങളുടെ ജീവന് പോലും ഭീഷണിയാണ്. ക്യാമറ പേഴ്സൺ KC സുനിലിനോടൊപ്പം PV സമീർ, റൈറ്റ് വിഷൻ ന്യൂസ്, ഷൊർണൂർ. ഇനിയും പുസ്തകം ചുമക്കണോ അതോ ടെക്നോളജിയിലൂടെ കുതിക്കണോ? സ്മാർട്ടായ കാലത്ത് സ്മാർട്ടായ കരിയർ. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് സ്മാർട്ട് ഫോൺ ടെക്നോളജി പഠിക്കുന്നതോടൊപ്പം നേടാം കരിയർ വിത്ത് സ്റ്റാറ്റസ്, ഇൻകം ആൻഡ് ഫ്രീഡം. കേരളത്തിൽ പഠനം, ഉത്തരേന്ത്യയിൽ പരിശീലനം, വിദേശത്ത് ജോലി. പഠിക്കുന്നവർക്കെല്ലാം ജോലിയും വിദേശാവസരങ്ങളും. ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ, ഇന്ത്യയിലെ ആദ്യത്തെ മൊബൈൽ ഫോൺ ഇൻസ്റ്റിറ്റ്യൂട്ട്. കൂടുതലറിയാൻ വിളിക്കൂ www.bridco.co.in. ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ, JRJ കോംപ്ലക്സ്, മെയിൻ റോഡ്, ഒറ്റപ്പാലം.